ഡിയർ സ്റ്റുഡൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കിർച്ചോഫ്സ് റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ എന്താണ് കാണുന്നത്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ട സിമ്പിൾ സർക്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഒന്നിലധികം സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദീസ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽ ആർ ഇന്റർ കണക്റ്റഡ് ഇൻ എ കോംപ്ലിക്കേറ്റഡ് വേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചിലുമുള്ള കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുകൊണ്ട് ഈ ബ്രാഞ്ച് അങ്ങനെ വ്യത്യസ്ത ബ്രാഞ്ചുകളിലുള്ള കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവയൊക്കെ കണ്ടെത്തുന്നതിന് നമ്മൾ ഇതുവരെ പഠിച്ച ചില ഫോർമുലകൾ, അതായത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫോർമുലകളൊക്കെ ഡിറൈവ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഫോർമുലകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം സർക്യൂട്ടുകൾ, ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകൾ സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ലോസ് ആണ് ക്രിച്ചോഫ്സ് റൂൾസ് എന്ന് പറയുന്നത്. റോബർട്ട് ക്രിച്ചോഫ് എന്ന സയന്റിസ്റ്റാണ് ക്രിച്ചോഫ് റൂൾസ് കൊണ്ടുവന്നത്. ക്രിച്ചോഫ് റൂൾസ് എന്ന് പറയുമ്പോൾ 2 റൂൾസ് ഉണ്ട്, 2 റൂൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് റൂള് നമുക്ക് ആദ്യം നോക്കാം. അതിനെ 3 പേരുകളിലാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ഫസ്റ്റ് ലോ എന്ന് വിളിക്കാറുണ്ട്, ക്രിച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് വിളിക്കാറുണ്ട്, ജംഗ്ഷൻ റൂൾ എന്ന് വിളിക്കാറുണ്ട്, ക്രിച്ചോഫ് കറണ്ട് ലോ എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ 3 പേരുകളിൽ ഈ ക്രിച്ചോഫ് ഫസ്റ്റ് ലോ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രിച്ചോഫ് ഫസ്റ്റ് ലോ 2 രീതിയിൽ ആളുകൾ പറയാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിച്ചു വെക്കുക, രണ്ടും കൂടി കൺഫ്യൂഷനായി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ രീതിയിലാണ് ക്രിച്ചോഫ് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയേ. അറ്റ് എനി ജംഗ്ഷൻ ദ സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സർക്യൂട്ടിലെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 3 or more വയേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രിക് സർക്യൂട്ടുകളിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 വയറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെ നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കാറില്ല, അതിനെ നോഡ് എന്നാണ് പറയുന്നത്. 3 വയറോ അതിൽ കൂടുതലോ വയറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെയാണ് ജംഗ്ഷൻ എന്ന് വിളിക്കുക. നമ്മൾ സാധാരണ കേസുകളിൽ ജംഗ്ഷൻ എന്ന് പറയാറുണ്ടല്ലോ, 3ഓ അതിൽ കൂടുതലോ വഴികൾ വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സാധാരണ ജംഗ്ഷൻ എന്നൊക്കെ വിളിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ജംഗ്ഷന്റെ കാര്യം പറയുന്നത്. 3ഓ അതിൽ കൂടുതലോ വയറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ നമ്മൾ, ഇതൊരു ജംഗ്ഷനാണ്, ഈ ജംഗ്ഷനിലേക്ക് 1 2 3 4 5 വയേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഏതെങ്കിലും ഒരു ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ടോട്ടൽ കറണ്ട്, അതായത് ദ സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് ദ ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ടുകളുടെ സമ്മും ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും എന്നാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ കറണ്ടും അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്, ഒരു കറണ്ടും നഷ്ടപ്പെടുന്നില്ല. അപ്പം അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന മൊത്തം ചാർജും ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ മറ്റൊരു രീതി പറഞ്ഞാൽ ഈ ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? ചാർജുകളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ജംഗ്ഷൻ റൂളിനെ കൺസർവേഷൻ, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആയിട്ട് നമുക്ക് കരുതാം. അതായത് ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ടോട്ടൽ ചാർജും ഈ ജംഗ്ഷനിൽ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ചാർജും ഈക്വൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോയ്ക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത്, ഇതാ ഇവിടെ ഒരു ജംഗ്ഷൻ, ഈ എ എന്ന് പറയുന്ന ജംഗ്ഷൻ,
ഈ എ എന്ന ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? I1 നമ്മുടെ ഡയറക്ഷൻ്റെ ഒന്ന് നോക്കിയേ, I1 ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ടാണ്. അതുപോലെ I2വും ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ടാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ എന്തായിരിക്കും? I1 പ്ലസ് I2 ആയിരിക്കും. ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 ആയിരിക്കും. ഇനി ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? I3, I4, I5. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? I3 പ്ലസ് I4 പ്ലസ് I5 ആയിരിക്കും ടോട്ടൽ സം ഓഫ് കറണ്ട്സ് ലീവിങ് ദ ജംഗ്ഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സം ഓഫ് കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലോയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ടോട്ടൽ കറണ്ടിന് തുല്യമായിരിക്കും. ഇതിനെ നമുക്ക് എന്തായി കരുതാം? ഒരു കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കരുതാം. ഈ ഫസ്റ്റ് ലോയെ കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കരുതാം. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കി, ഈ ഫിഗറിൽ ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിലേക്ക് 3 വയേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാണെന്ന് നോക്കിയേ. ഇവിടെ 3 ആംപിയർ, ഇവിടെ 4 ആംപിയർ. ഇത് രണ്ടും ഈ ജംഗ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന കറണ്ടുകളാണ്. ഈ I എന്ന് പറഞ്ഞ കറണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ I കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ I കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ, നമുക്ക് ക്രിച്ച്ഓഫ് കറണ്ട് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ടുകളുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആംപിയർ പ്ലസ് 4 ആംപിയർ. അതാണ് ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I മാത്രമേ ഉള്ളൂ. അപ്പോൾ I ആയിരിക്കും. അപ്പോൾ നമുക്ക് I കണ്ടുപിടിക്കാം. 3 പ്ലസ് 4 എത്രയാണ്? 7 ആംപിയർ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 7 ആംപിയർ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വളരെ സിമ്പിളാണ്. ക്രിച്ച്ഓഫ് കറണ്ട് ലോ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതാ നോക്കി, ഈ ജംഗ്ഷനിലേക്ക് എത്ര വയറുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3 4 വയേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? 6 ആംപിയറും 2 ആംപിയറുമാണ് ഈ ജംഗ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന കറണ്ടുകൾ. ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? 5 ആംപിയറും I-യുമാണ്. I എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രിച്ച്ഓഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകളായ 2 പ്ലസ് 6 ഇസ് ഈക്വൽ ടു ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകൾ 5 പ്ലസ് I ആയിരിക്കും. അപ്പോൾ I എങ്ങനെ കണ്ടുപിടിക്കാം? 6 പ്ലസ് 2 8 ആണ്. 8 ഇസ് ഈക്വൽ ടു 5 പ്ലസ് I. I is equal to 8 minus 5 is equal to 3 ആംപിയർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിച്ച്ഓഫിൻ്റെ സെക്കൻഡ് ലോ ആണ്. ഇത് 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ക്രിച്ച്ഓഫ് സെക്കൻഡ് ലോ, ലൂപ്പ് റൂൾ, ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ എന്ന 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കറണ്ട് ലോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ്. വളരെ ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ലോ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് അപ്ലൈ ചെയ്യാനൊക്കെ പല മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ algebraic sum of changes in potential around any closed loop involving resistors and cells in the loop is 0. എന്താ, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത് ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു ലൂപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. ലൂപ്പ് റൂൾ ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് ഈ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ സർക്യൂട്ടിൽ നമുക്കതൊന്ന് നോക്കാം. കണ്ടേ, ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. അതിന് പേര് കൊടുത്തിട്ടുണ്ട് ABCDA എന്ന് പറയും. ABCDA ആണ് ഇവിടുത്തെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്.
അതായത് ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഇതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ എയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോഴാണ് അതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് മാറുന്നത്. ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും എന്നാണ് ഈ ലോ പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും തന്നെ ആയതുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യലാണ്. ഇവിടെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും തന്നെ ആയതുകൊണ്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. ഈ ക്ലോസ്ഡ് ലൂപ്പിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂള് പറയുന്നത്. ഇപ്പം എന്താ പറഞ്ഞത്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സർക്യൂട്ടിലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ്. ആ ക്ലോസ്ഡ് ലൂപ്പിന്റെ പ്രത്യേകത എന്താ? ഇൻവോൾവിങ് റെസിസ്റ്റേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സും സെൽസും ഉള്ള ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ഈ സെക്കൻഡ് ലോയെ കുറിച്ച്. അപ്പോൾ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ അത് നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ലോ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കുക. ഇതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കരുതാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് 0 ആണ്. നമ്മൾ എനർജി കൺസർവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്? ചേഞ്ച് 0 ആണ്. പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്തായിട്ട് കരുതാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് കരുതാം. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ദിസ് സെക്കൻഡ് ലോ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഹൗ ടു അപ്ലൈ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു സർക്യൂട്ടിൽ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. ഈ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോ മുഴുവൻ തെറ്റിപ്പോവും. അപ്പോൾ നോക്കി, ഈ ഒരു സിമ്പിൾ സർക്യൂട്ടിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ലൂപ്പ് എടുക്കാൻ പോവുകയാണ്. ABCD എന്ന് പറഞ്ഞ ലൂപ്പാണ് എടുത്തത്. നോക്കിയേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്നാണ്. അപ്പോൾ ABCD എയിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പായിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കിർച്ചോഫ് കറണ്ട് ലോ ഫോളോ ചെയ്യത്തക്ക രീതിയിൽ വേണം അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ, ഇതൊരു സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ജംഗ്ഷൻ്റെ കാര്യം പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ താഴേക്ക് പഠിക്കും. അതായത് കിർച്ചോഫ് കറണ്ട് ലോ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ, ഇവിടെ ജംഗ്ഷനൊന്നും ഇല്ല, കാരണം 3 വയറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം ഇങ്ങോട്ട് മാറ്റി വരച്ച് നോക്കാം. അതാണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതൊരു ജംഗ്ഷനായില്ലേ? അപ്പോൾ ഇപ്പോൾ അതൊരു ജംഗ്ഷനായി. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക്, ബി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ട്, ഇപ്പം ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ 2 കറണ്ടുകൾ അല്ല, ഈ ഒരു കറണ്ടാണെന്ന് വിചാരിക്കുക. ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ടുകൾ ഇത് 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ആകെ കറണ്ടും ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന ടോട്ടൽ കറണ്ടും തുല്യമായിരിക്കണം. അപ്പോൾ ഈ കിർച്ചോഫ് കറണ്ട് ലോ ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അവിടെ കിർച്ചോഫ് കറണ്ട് ലോ ശരിയാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ എടുക്കുന്ന ലൂപ്പ് ക്ലോക്ക് വൈസ് ലൂപ്പ് ആവാം, ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് ആവാം. ഒരു സർക്യൂട്ടിൽ തന്നെ ഇപ്പൊ ഈ ലൂപ്പ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അടുത്ത ലൂപ്പ് നമുക്ക് എങ്ങനെ എടുക്കാം? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ തിരിച്ചു എടുക്കാം. അപ്പൊ നമ്മൾ ഒരു സർക്യൂട്ടിൽ തന്നെ ക്ലോക്ക് വൈസ് ലൂപ്പും ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പും നമുക്ക് എടുക്കാം. അപ്പൊ എന്താണ് ഈ ക്ലോക്ക് വൈസ് ലൂപ്പ്, ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ABCD എന്ന് പറഞ്ഞ ലൂപ്പ് ക്ലോക്ക് വൈസ് ലൂപ്പാണ്, അതായത് ക്ലോക്കിന്റെ ആ ഡയറക്ഷനിലുള്ള ലൂപ്പാണ്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് ഒന്ന് എടുത്തു നോക്കിയേ. ഇപ്പൊ എയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ADCBA എന്ന് പറയുന്ന ലൂപ്പ് നോക്കിയേ, തിരിച്ച എയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്നും സിയിലേക്ക്, സിയിൽ നിന്ന് ബിയിലേക്ക്, പിന്നെ എയിലേക്ക്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പാണ്. അപ്പൊ നമുക്ക് ക്ലോക്ക് വൈസ് ലൂപ്പും എടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പും എടുക്കാം. അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു ലൂപ്പിൽ നമ്മൾ ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ പ്രോബ്ലം തീരുന്നത് വരെ ക്ലോക്ക് വൈസ് ലൂപ്പ് തന്നെ എടുക്കണം. അടുത്ത ലൂപ്പിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് പ്രോബ്ലം കഴിയുന്നത് വരെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ക്ലോക്ക് വൈസ് എടുക്കണമെന്നോ ആന്റി ക്ലോക്ക് വൈസ് എടുക്കണമെന്നോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ. നമ്മൾ എടുക്കുന്ന ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. അതുപോലെ ക്രിച്ച്ഓഫ് കറണ്ട് ലോ ഫോളോ ചെയ്തൊക്കെ രീതിയിൽ വേണം ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ. അതുപോലെ നമ്മൾ എടുക്കുന്ന ലൂപ്പുകൾ ക്ലോക്ക് വൈസ് ആവാം, ആന്റി ക്ലോക്ക് വൈസ് ആവാം, അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ സെല്ലിന്റെ കാര്യം വരികയാണെങ്കിൽ നോക്കിയേ, സെല്ല്. അപ്പോൾ ഇത് ലോവർ പൊട്ടൻഷ്യലിലുള്ള പോയിന്റ് ആയിട്ടും ഇതിനെ ഹയർ പൊട്ടൻഷ്യലിലുള്ള പോയിന്റ് ആയിട്ടും നമുക്ക് കരുതാം. അപ്പം നമ്മൾ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ, നമ്മൾ ലൂപ്പിൽ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ലൂപ്പിന്റെ പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് സെല്ലിന്റെ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ആ പൊട്ടൻഷ്യലിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഗെയിൻ എന്ന് പറയും. പൊട്ടൻഷ്യൽ ഗെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ലൂപ്പ് എടുത്ത് ABCD എന്ന് പറഞ്ഞ ലൂപ്പ് എടുത്തു. ഇവിടെ നമ്മൾ പോകുന്നത് നോക്കി, ABCD ഇങ്ങനെ പോകുമ്പോൾ ഈ സെല്ലിന്റെ സൈഡിൽ നമ്മൾ പോകുന്നത് ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കല്ലേ പോകുന്നത്. അതായത് ഇതാണ് നെഗറ്റീവിനെ നമ്മൾ ലോവർ പൊട്ടൻഷ്യലായിട്ടും പോസിറ്റീവിനെ ഹയർ പൊട്ടൻഷ്യലായിട്ടും എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ക്ലോക്ക് വൈസ് ലൂപ്പ് എടുത്തപ്പോൾ ABCDA എന്ന ക്ലോക്ക് വൈസ് ലൂപ്പ് എടുത്തപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ലൂപ്പിന്റെ പാത്തിലൂടെ പോകുന്ന സമയത്ത് നോക്കിയേ, നമ്മൾ സെല്ലിന്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് പോയത്. അപ്പൊ ഇവിടെ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഗെയിൻ ആണ്. അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ +10 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ ഗെയിൻ +10 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ നമ്മൾ +10 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇനി തിരിച്ചാണ് നമ്മൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ, ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നെഗറ്റീവായിട്ടാണ് പൊട്ടൻഷ്യൽ എടുക്കുന്നത്. അതിനെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ലൂപ്പ് തിരിച്ചാണ് എടുക്കുന്നത് വിചാരിക്കുക. അതായത് ADCBA, അതായത് ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പാണ് നമ്മളിവിടെ എടുത്തത്. ADCBA. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് ആവുമ്പോൾ തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെയാണ് ലൂപ്പ് വരുന്നത്, തിരിച്ചാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നോക്കിയേ, പൊട്ടൻഷ്യല് സെല്ലിന്റെ കേസിൽ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് നമ്മൾ പൊട്ടൻഷ്യല് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും. അപ്പൊ ഇവിടെ അത് എങ്ങനെയായിരിക്കും എടുക്കുക? -10 എന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കുക. ഇപ്പൊ സെല്ലിന്റെ കേസ് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത്, നമ്മളൊരു ലൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് സെല്ലിന്റെ നെഗറ്റീവിനെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ
പോസിറ്റീവായിട്ട് എടുക്കും. നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് സെല്ലിന്റെ പോസിറ്റീവിനെ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സെല്ലിന്റെ കേസിൽ ആദ്യം കണ്ടുമുട്ടുന്നത് സെല്ലിന്റെ നെഗറ്റീവിനെ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി റെസിസ്റ്ററിന്റെ കേസിൽ സൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നോക്കി, ഏതാണ്ട് ഇതാണ് ലൂപ്പിന്റെ പാത്തിന്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഈ റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഈ ലൂപ്പിന്റെ അതേ ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നമ്മള് ക്ലോക്ക് വൈസ് ലൂപ്പ് എടുത്തപ്പോൾ ABCDA എന്ന് പറഞ്ഞ ലൂപ്പ് എടുത്ത സമയത്ത് ABCD എന്ന് പറഞ്ഞ ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. തെറ്റിപ്പോവരുത്. ABCD അതായത് ക്ലോക്ക് വൈസ് ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ലൂപ്പില് ഈ റെസിസ്റ്ററിന്റെ കേസ് നോക്കി, ഇതിലൂടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ഏതായിരിക്കും? ഇത് സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കുമല്ലോ കറണ്ട് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ഇതാണ്, സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ നോക്കി, 2 ഓം റെസിസ്റ്റർ നോക്കി, 2 ഓം റെസിസ്റ്റർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതില് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ഇതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പാത്തും കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. പൊട്ടൻഷ്യല് നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇവിടുത്തെ കറണ്ട് I ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = IR എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ R 2 ആണ്. അപ്പം I × 2I എന്ന് പറയും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 2I ആണ്. അപ്പൊ അത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? പാത്തിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് നെഗറ്റീവായിട്ടാണ് വരുന്നത്. -2I എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൊട്ടൻഷ്യൽ വരുന്നത്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് -2I. ഇപ്പൊ നെക്സ്റ്റ് കേസ് നോക്കിയേ, ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്ന പാത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർക്യൂട്ടിൽ ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് കൺസിഡർ ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ADCBA എന്ന ലൂപ്പാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റർ ഒന്ന് നോക്കാം. 3 ഓം റെസിസ്റ്റർ. 3 ഓം റെസിസ്റ്ററിൽ കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്നും സിയിലേക്കാണ്. നമ്മൾ കൺസിഡർ ചെയ്ത പാത്തോ സിയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്ത പാത്ത്. അപ്പൊ നോക്കിയേ, പാത്തിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇങ്ങനെ വരുമ്പോൾ പൊട്ടൻഷ്യല് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ പൊട്ടൻഷ്യൽ എങ്ങനെയാ എടുക്കുക? നമുക്ക് IR എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടുത്തെ കറണ്ട് I തന്നെയാണ്, R എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3I. അപ്പൊ 3I എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാരണം കറണ്ടിന്റെ ഡയറക്ഷനും പാത്തിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സെല്ലിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നതെങ്കിൽ, സെല്ലിന്റെ നെഗറ്റീവിനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ പൊട്ടൻഷ്യല് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ സെല്ലിന്റെ നെഗറ്റീവിനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നതെങ്കിൽ അവിടെ പൊട്ടൻഷ്യല് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. തിരിച്ച് സെല്ലിന്റെ പോസിറ്റീവിനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ പൊട്ടൻഷ്യല് നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കുക. നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പിൽ സെല്ലിനെ നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവിനെയാണ് ആദ്യം കാണുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ട് എടുക്കുക. തിരിച്ചുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി അതുപോലെ റെസിസ്റ്ററിൻ്റെ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷനും പാത്തിൻ്റെ ഡയറക്ഷനും ഒരേപോലെ ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ടാണ് എടുക്കുക. തിരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷനും പാത്തിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ.
അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യന് ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ കറണ്ട് കാണാം. നോക്കി, ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. ഇതിൽ കറണ്ട് നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതും രണ്ടും സെയിം ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നോക്കി, ഇവിടെ എന്തൊക്കെയുണ്ട്? 2 റെസിസ്റ്ററുകളുണ്ട്. 2 ഓമും 3 ഓമും ഉള്ള 2 റെസിസ്റ്ററുകളുണ്ട്. അതുപോലെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് 10 വോൾട്ടാണ്. ആദ്യമായിട്ട് ഇവിടെ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ കറണ്ട് ഫ്ലോ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറണ്ട് ബാറ്ററിയുടെ നെഗറ്റീവിലെത്തും. ഇത് ഇവിടെ ഒരു കറണ്ട് മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ മറ്റ് റെസിസ്റ്റേഴ്സോ ബ്രാഞ്ചസോ ഒന്നുമില്ല. അതുകൊണ്ട് I എന്ന് പറയുന്ന ഒരു സിംഗിൾ കറണ്ട് മാത്രമേ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നുള്ളൂ. ഇനി നമ്മളിവിടെ കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുക. അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ABCDE എന്ന് പറഞ്ഞ ലൂപ്പാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലോസ്ഡ് ലൂപ്പാണോ? ആണ്. എയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എയിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കി, ഈ ലൂപ്പിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ABC ഇങ്ങനെ പോവും, CDDA. ഇതാണ് ലൂപ്പ്. ഇത് ക്ലോക്ക് വൈസ് ലൂപ്പാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പാണോ? ഇത് ക്ലോക്ക് വൈസ് ലൂപ്പാണ്. നമുക്കിവിടെ വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പ് അപ്ലൈ ചെയ്തിട്ടും ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പ് അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള കാര്യം നോക്കാം. A to B ഉള്ള കാര്യം നോക്കി. ഇവിടെ റെസിസ്റ്ററേ ഉള്ളൂ, സെല്ലൊന്നുമില്ല. A മുതൽ B വരെ സെല്ലൊന്നുമില്ല, റെസിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്. കറണ്ടിൻ്റെ ഡയറക്ഷനോ എയിൽ നിന്ന് ബിയിലേക്ക് തന്നെയാണ്. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വോൾട്ടേജ് നെഗറ്റീവായിട്ടാണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്താ? V is equal to IR അപ്ലൈ ചെയ്ത് നോക്കിയേ. V is equal to IR. അപ്പോൾ I into 2I ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. 2I ആണ് ഇവിടുത്തെ വോൾട്ടേജ്. ഇനി ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? കറണ്ടിൻ്റെ ഡയറക്ഷനും പാത്തിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. ഇതാണ് പാത്തിൻ്റെ ഡയറക്ഷൻ, ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് ഇത് നെഗറ്റീവാണ്, -2I. അപ്പോൾ A മുതൽ B വരെയുള്ള കാര്യം കഴിഞ്ഞു. ഇനി B മുതൽ C വരെയുള്ള കാര്യമാണ് നോക്കേണ്ടത്. B മുതൽ C വരെ നോക്കി. ഇവിടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ഇവിടെ നിന്ന് താഴോട്ടാണ്. ഇങ്ങനെയല്ലേ കറണ്ട് ഒഴുകി വരുന്നത്. അപ്പോൾ താഴോട്ട് ബിയിൽ നിന്നും സിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷനോ ബിയിൽ നിന്നും സിയിലേക്ക് തന്നെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് Iയും ഇവിടുത്തെ റെസിസ്റ്റൻസ് 3യും ആയതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 into I ആയിരിക്കും. 3I. നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവാണ്. നെഗറ്റീവാണ്. ഇനി ഈ C മുതൽ D വരെ എന്ത്? ഇവിടെ സെല്ലും ഇല്ല, റെസിസ്റ്ററും ഇല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇനി പോകുന്നത് ഡിയിൽ നിന്ന് എയിലേക്കാണ്. ഡിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് സെല്ലിൻ്റെ നെഗറ്റീവിനെയാണ്. സെല്ലിൻ്റെ നെഗറ്റീവിനെ കണ്ടുമുട്ടിയാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ? പോസിറ്റീവായിട്ടാണ് എടുക്കുക. സെല്ലിൻ്റെ നെഗറ്റീവിനെയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ +10 എന്ന് എടുത്തു. അപ്പോൾ ഇത്രയാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ എ മുതൽ നമ്മൾ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ എൻഡ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഓരോ ബ്രാഞ്ചിലെയും പൊട്ടൻഷ്യൽ എഴുതി. എന്നിട്ട് അപ്പോൾ ഈ ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ എന്താണെന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. ∆V ഈസ് ഈക്വൽ ടു 0 എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ 0 എന്ന് എഴുതാം. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. -2യും -3യോട് കൂട്ടിയാൽ -5I. +10 is equal to 0. ഈ 5I അതർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 5I is equal to 10 എന്ന് കിട്ടും. I is equal to 2 ampere എന്ന് കിട്ടും.
അപ്പോൾ ഇതേ ലോ നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ ഈ കറണ്ട് I=2 ആംപിയർ എന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഈ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചിലുമുള്ള കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം. ഫൈൻഡ് ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദിസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. ഇതിൽ നോക്കി എത്ര സെല്ലുകളുണ്ട്? 3 സെല്ലുകളുണ്ട്. 20 വോൾട്ട്, 10 വോൾട്ട്, 20 വോൾട്ട് എന്ന് പറഞ്ഞ 3 സെല്ലുകളുണ്ട്. അതുപോലെ 3 റെസിസ്റ്ററുകളുമുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഏത് ഡയറക്ഷനിലാണ് ഈ കറണ്ട് ഒഴുകുന്നത്, ഇത് ശരിയാണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക, ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് എത്രയാണോ അത്രയും കറണ്ട് തന്നെ ഈ ബാറ്ററിയുടെ നെഗറ്റീവിൽ വന്ന് ചേരണം. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഏത് ഡയറക്ഷൻ അടയാളപ്പെടുത്തിയാലും ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഡയറക്ഷൻ തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് ഇപ്പോൾ I ആണെങ്കിൽ അതേ ബാറ്ററിയുടെ നെഗറ്റീവിൽ ഈ കറണ്ട് തന്നെ തിരിച്ചെത്തണം എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഡയറക്ഷൻ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ തെറ്റാണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റിൽ സോൾവ് ചെയ്ത് വരുമ്പോൾ ആ കറണ്ട് നെഗറ്റീവായിട്ട് വരും. നമ്മൾ എടുത്ത ഡയറക്ഷൻ ശരിയാണെങ്കിൽ കറണ്ട് പോസിറ്റീവായിട്ട് തന്നെ വരും. നമ്മൾ എടുത്ത ഡയറക്ഷൻ തെറ്റാണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ശരിക്കും കറണ്ട് ഒഴുകുന്നതെങ്കിൽ കറണ്ട് എന്തായിട്ട് വരും? നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് ഇതേ ബാറ്ററിയുടെ നെഗറ്റീവിൽ തിരിച്ചെത്തണം. ഇപ്പം നോക്കിയേ, ഇവിടെ നിന്ന് I1 കറണ്ട്, ഇത് 2 സിമിലർ ആയിട്ടുള്ള സെല്ലുകളായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും I1 കറണ്ട് ഒഴുകുന്നതായിട്ടും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട്, ഈ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് I1 എന്നും, അതുപോലെ ഈ 20 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ടിനെ I2 എന്നും എടുക്കുന്നു. അപ്പോൾ നോക്കിയേ, ഈ കറണ്ട് ഇതിലേക്കൂടെ വന്ന് ഇവിടെ എത്തി I1. അതുപോലെ ഈ കറണ്ട് ഇതിലേ വന്ന് ഇവിടെ എത്തുമ്പോൾ I2. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചേർന്ന കറണ്ടുകളാണ് I1ഉം I2ഉം. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് എന്തായിരിക്കണം? കിർച്ചോഫ് കറണ്ട് ലോ ഫോളോ ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദി ജംഗ്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കറണ്ടുകൾ I1ഉം I2 ആണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് I1 + I2 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു കിർച്ചോഫ് കറണ്ട് ലോ ഫോളോ ചെയ്തൊക്കെ രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനെന്ന്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ I1 + I2 വന്നു. അപ്പോൾ ഈ സെല്ല് വഴി ഇവിടെ എത്തുന്നത് I1 + I2 ആണ്. ഇവിടെ വെച്ചിട്ട് ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സെല്ലിൻ്റെ നെഗറ്റീവിൽ എത്തിച്ചേരേണ്ട കറണ്ട് എത്രയാണ്? I1 ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സെല്ലിൻ്റെ നെഗറ്റീവിൽ എത്തിച്ചേരേണ്ട കറണ്ട് എത്രയാണ്? I1 ആണ്. അതുപോലെ ഈ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കറണ്ട് I2 ആണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ നെഗറ്റീവിൽ എത്തിച്ചേരേണ്ട കറണ്ട് എന്താണ്? I2 ആണ്. അപ്പോൾ ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ഒരു ബാറ്ററിയുടെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര കറണ്ടാണോ ആ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് അതേ കറണ്ട് എത്തിച്ചേരണം. ഇവിടെ I2 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത് I2 ആണ്. ഇവിടെ നിന്ന് I1 ആണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ തിരിച്ചെത്തുന്നത് എത്ര തന്നെ ആയിരിക്കണം? I1 തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ സർക്യൂട്ടിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പോവാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത ക്ലോസ്ഡ് ലൂപ്പ് ABCFA ആണ്. ABCFA എന്ന ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. Aയിൽ നിന്നും Bയിലേക്ക്, Bയിൽ നിന്നും Cയിലേക്ക്, Cയിൽ നിന്നും Fയിലേക്ക്, Fയിൽ നിന്നും Aയിലേക്ക്. അപ്പോൾ ഡയറക്ഷൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വോൾട്ടേജ് ലോ അങ്ങ് അപ്ലൈ ചെയ്യാം. ഇത് ക്ലോക്ക് വൈസ് ലൂപ്പാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം Aയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Aയിൽ നിന്നും Bയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു സെല്ലിനെയാണ്.
അപ്പോൾ സെല്ലിൻ്റെ നെഗറ്റീവിനെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സെല്ലിൻ്റെ നെഗറ്റീവിനെയാണ് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ EMF 20 ആയതുകൊണ്ട് +20 ആണ് നമ്മുടെ ഇവിടെ വരുന്നത്, +20. ഇനി അടുത്ത ബ്രാഞ്ച് നോക്കി, ബിയിൽ നിന്നും സിയിലേക്കാണ് അടുത്തത്. അപ്പം എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്നും സിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കി ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ I1ൻ്റെ ഡയറക്ഷൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, I1ൻ്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ലൂപ്പിൻ്റെ ഡയറക്ഷനും I1ൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി പൊട്ടൻഷ്യൽ എത്രയാണ്? V = IR അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ I1 10, അപ്പോൾ 10I1 എന്ന് വരും, 10I1 എന്ന് വരും. ഇനി എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? സിയിൽ നിന്നും എഫിലേക്കാണ് പോകേണ്ടത്. സിയിൽ നിന്നും എഫിലേക്ക് പോകുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്, സിയിൽ നിന്ന് എഫിലേക്ക് തന്നെയാണ്. ലൂപ്പിൻ്റെ ഡയറക്ഷനും സിയിൽ നിന്ന് എഫിലേക്കാണ്. അപ്പോൾ അത് രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നോക്കിയേ, നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ? നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്, മൈനസ്. ഇനി ഇവിടെ IR അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? കറണ്ട് എന്ന് പറയുന്നത് I1 + I2, R എന്ന് പറയുന്നത് 10 ആണ്. ഇനി നോക്കിയേ, സിയിൽ നിന്ന് എഫിലേക്കുള്ള പാത്തിൽ ഒരു റെസിസ്റ്റർ മാത്രമല്ല, ഒരു സെല്ല് കൂടിയുണ്ട്. അപ്പം നമ്മൾ സിയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവിനെയാണ് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പം മൈനസ് ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ഇനി അവിടുത്തെ EMF എത്രയാണ്? 10. അപ്പം -10. അപ്പോൾ നമ്മൾ എഫിലെത്തി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? എഫിൽ നിന്നും എയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എഫിലും എയ്ക്കും ഇടയ്ക്ക് റെസിസ്റ്ററോ സെല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ABCFA എന്ന ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്ത് ടോട്ടൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഓരോ സെല്ലിലും റെസിസ്റ്ററിലും നമ്മൾ പൊട്ടൻഷ്യൽ നോക്കി, ആ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. നോക്കി ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തേ. 20 - 10I1, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -10I1 - 10I2 - 10 = 0. അപ്പോൾ 20 ന്ന് 10 മൈനസ് ചെയ്താൽ എത്ര വരും? 10. 10 ഇവിടെ രണ്ടും I1 ആണ്, അപ്പോൾ 20I1 എന്ന് വരും. 20I1 - 10I2 = 0. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് മൈനസ് ഉള്ള രണ്ടിനെ അപ്പുറത്തെ വശത്ത് കൊണ്ടുവരുമ്പോൾ 20I1 + 10I2 = 10 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് 10 വെച്ച് നമുക്ക് വെട്ടിക്കളയാം. അപ്പം എന്ത് കിട്ടും? 2I1 + I2 = 1 എന്ന് കിട്ടും. അപ്പം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. CDEFC എന്ന ലൂപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ക്ലോക്ക് വൈസ് ലൂപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പും കൺസിഡർ ചെയ്യാം. ഒരു സർക്യൂട്ടിൽ തന്നെ ഫസ്റ്റ് ലൂപ്പ് ക്ലോക്ക് വൈസ് ആയിട്ടും അടുത്ത ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ CDEFC എന്ന ക്ലോക്ക് വൈസ് ലൂപ്പ് തന്നെയാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം സിയിൽ നിന്ന് ഡിയിലേക്കാണ് പോകുന്നത്. സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഡിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും പാത്തിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി പൊട്ടൻഷ്യൽ ഇവിടുത്തെ കറണ്ട് I2 റെസിസ്റ്റൻസ് 10 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ 10I2 പോസിറ്റീവ് ആണ്. ഇനി ഡിയിൽ നിന്നും ഇയിലേക്കാണ് അടുത്തായിട്ട് പോകേണ്ടത്. ഡിയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു സെല്ലിനെയാണ്. അപ്പൊ സെല്ലിന്റെ പോസിറ്റീവിനെയാണ് ആദ്യം കാണുന്നത്. പോസിറ്റീവിനെ കണ്ടതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. EMF 20 ആയതുകൊണ്ട് -20 എന്ന് എഴുതാം.
പിന്നീട് ഇയിൽ നിന്ന് ഈ എഫിലേക്ക് പോകുമ്പോൾ ഇവിടെ സെല്ലോ റെസിസ്റ്ററോ ഒന്നുമില്ല, അപ്പൊ അവിടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി എഫിൽ നിന്നും സിയിലേക്കാണ് അടുത്തായിട്ട് പോകാനുള്ളത്. അപ്പൊ എഫിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന 10 വോൾട്ട് സെല്ലിനെയാണ്, അതിന്റെ നെഗറ്റീവിനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, +10 എന്ന് എഴുതാം. ഇനി അടുത്തതായിട്ടുള്ളത് 10 ഓം റെസിസ്റ്റർ ആണ്. ഇവിടെ റെസിസ്റ്ററില് കറണ്ടിന്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് എഫിലേക്കാണ്, എന്നാൽ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് എഫിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും പാത്തും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പ്ലസ് ഇനി വോൾട്ടേജ് എന്താണ്? I1 പ്ലസ് I2 ഇൻറ്റു 10 ആണ് വോൾട്ടേജ്. അപ്പൊ ഇതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓൾജിബ്രിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്. ഓൾജിബ്രിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. 10I2 -20 + 10 -10 പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10I1 പ്ലസ് 10I2 ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ I2ന്റെ 2 ടേംസ് ഉള്ളതുകൊണ്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 20I2 പ്ലസ് 10I1 ഈസ് ഈക്വൽ ടു -10 അതർ സൈഡിൽ പോകുമ്പോൾ 10 ആവും. ഇനി ഇതിനെ മൊത്തത്തിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2I2 പ്ലസ് I1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ 2 ലൂപ്പുകൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്തപ്പോൾ ഇക്വേഷൻ നമ്പർ 1, സെക്കൻഡ് ലൂപ്പ് എടുത്തപ്പോൾ ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ 2 ഇക്വേഷൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I1ന്റെ I2ന്റെയും വാല്യൂസ് കിട്ടും. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4I2, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2I1 ഈസ് ഈക്വൽ ടു ഇവിടെ 1 × 2 2. അപ്പൊ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾക്ക് ഇവിടെ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1 ആണ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1. 4I2 ഇവിടെ I2ന്റെ ഒരു ടേം ഉണ്ട്, പ്ലസ് I2 ആണ്. അപ്പൊ 4I2ൽ നിന്ന് 1I2 കുറച്ചാൽ 3I2 കിട്ടും. ഇവിടെ 2I1 ഇവിടെ 2I1. ഈ 2I1 ന് 2I1 കുറച്ചാൽ അത് ക്യാൻസൽ ആയി പോവും. പിന്നീട് കിട്ടുന്നത് 2 - 1 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? I2 ഈസ് ഈക്വൽ ടു ഈ 3യെ ഇപ്പത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ I2 ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ I2 കിട്ടിയിട്ടുണ്ട്. ഇനി I1 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ 2വിനകത്തോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I1 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 2I2 പ്ലസ് I1 ഈസ് ഈക്വൽ ടു 1 എന്ന ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2 ഇൻറ്റു I2ന് പകരം 1/3 പ്ലസ് I1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി I1 ഒരു സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് കിട്ടും? 1 മൈനസ് ഇവിടെ 2/3 ആണ്, 2/3. അപ്പൊ I1 ഈസ് ഈക്വൽ ടു ഇവിടെ 3 - 2 അതായത് 1/3 എന്ന് തന്നെ കിട്ടും. 1/3 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ I1 ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ എന്ന് കിട്ടി. I2 ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ എന്ന് കിട്ടി. അപ്പൊ ഈ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ I1ഉം I2ഉം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത ഡയറക്ഷൻസ്, അതായത് ഈ I1ന്റെ ഡയറക്ഷനും I2ന്റെ ഡയറക്ഷനും സെയിം ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/3 ആംപിയർ എന്ന് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ഇപ്പം ചെയ്ത അതേ സർക്യൂട്ട് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ മറ്റൊരു രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഈ ബാറ്ററി 20 വോൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് I2. I2 ഇവിടെ വന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കുറച്ച് ഭാഗം ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു, അതായത് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നു. I1 എന്നെടുത്തു. ബാക്കി ഈ I2 ആണ് ഇപ്പൊ ഇവിടെ എത്തിയത്. ബാക്കി എന്ത് വരും? I2 - I1 ആണ്.
ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്നത്. അപ്പൊ നേരത്തെ എടുത്തിരുന്ന വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ എടുത്തപ്പോൾ ഈ I1ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ വ്യത്യാസം. I1ന്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ രീതിയിൽ എടുത്തുകൊണ്ട് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ABCFA എന്ന ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇവിടെ +20 ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ +20. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കുള്ള പാത്തില് പാത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് +10I1 എന്ന് വരും. ഇനി സിയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ കറണ്ടും ഈ പാത്തും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് എന്ന് വരും. അപ്പൊ -10 × I2 - I1. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതുകൊണ്ട് -10 എന്നെടുക്കും. ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇവിടെ 20 - 10 എന്ന് പറയുന്നത് 10 വരും. +10I1 - 10I2 +10I1 = 0. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് വരും? 20I1 വരും. 20I1 - 10I2 +10 = 0 എന്ന് വരും. ഇതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2I1 - I2 +1 = 0. അപ്പൊ 2I1 - I2 =-1 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് CDEFC എന്നൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ലൂപ്പില് നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സിയിൽ നിന്ന് ഡിയിലേക്കാണ് പോകുന്നത്. സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഡിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യല് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ പൊട്ടൻഷ്യല് 10I2 പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഡിയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ സെല്ലിന്റെ പോസിറ്റീവിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൊട്ടൻഷ്യല് നെഗറ്റീവ് ആണ്. -20 എന്ന് വരും. -20. ഇനി അടുത്തായിട്ട് ഇയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ അവിടെ സെല്ലോ റെസിസ്റ്ററോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഈ എഫിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് ഒരു സെല്ലാണ്. സെല്ലിന്റെ നെഗറ്റീവിനെയാണ് ആദ്യം കാണുന്നത്. അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യല് പോസിറ്റീവ് +10. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു റെസിസ്റ്ററിനെയാണ്. നമ്മൾ എഫിൽ നിന്ന് സിയിലേക്കാണ് പാത്ത്. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് എഫിലേക്കാണ്. അതുകൊണ്ട് ആ പൊട്ടൻഷ്യല് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പ്ലസ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? I2 - I1 × 10 ആയിരിക്കും. അപ്പൊ ഇത് ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ആണിത്. ആ പൊട്ടൻഷ്യലിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൾജിബ്രിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ = 0 ആയിരിക്കും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. 10I2 - 20 -20 +10 എന്ന് പറയുന്നത് -10 ആണ്. പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 10I2 - 10I1 = 0 എന്ന് കിട്ടും. ഇനി ഇവിടെ I2ന്റെ 2 ടേംസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ചേരുമ്പോൾ 20I2 - 10I1 -10 = 0 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 2I2 - I1 -1 = 0. അതായത് 2I2 - I1 = 1. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മൾ 2 ലൂപ്പുകൾ കൺസിഡർ ചെയ്ത് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ 1നെ ആദ്യമായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4I1 - 2I2 = -2 എന്ന് കിട്ടും.
ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. അപ്പോൾ ഇനി ഇക്വേഷൻ 3യും ഇക്വേഷൻ 2ഉം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് നോക്കിയേ എന്ത് കിട്ടും? ഇവിടെ 2i2, ഇവിടെ -2i2, അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. 2i2 -2i2 കൂടെ 0 ആയി പോകും. ഇവിടെ 4i1, ഇവിടെ -i1, അത് രണ്ടും കൂടെ ചെയ്യുമ്പം നമുക്ക് 3i1 എന്ന് കിട്ടും. 3i1 ഈസ് ഈക്വൽ ടു ഇവിടെ 1 പ്ലസ് -2 ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം i1 ഈസ് ഈക്വൽ ടു -1/3 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ഇക്വേഷനകത്തേക്ക് i1ന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് i2 കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനകത്തോട്ട് ഇക്വേഷൻ 1നകത്തോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി i1ന് പകരം. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു -1/3 -i2 ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. i2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക, അപ്പോൾ പ്ലസ് i2 ആവും. i2 ഈസ് ഈക്വൽ ടു ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, അപ്പോൾ എന്ത് കിട്ടും? -2/3 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 1 - 2/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേ പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്തപ്പോൾ i1ഉം i2ഉം നമുക്ക് 1/3 ആംപിയർ എന്ന് തന്നെയാണ് കിട്ടിയത്. ഇവിടെയും i1ഉം i2ഉം 1/3 ആംപിയർ എന്ന് തന്നെ കിട്ടി. അപ്പോൾ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? നിങ്ങൾ നോട്ട് ചെയ്തോ ആ വ്യത്യാസം? i1 ഇവിടെ നെഗറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവിടെ i1 നെഗറ്റീവായിട്ട് കിട്ടിയത്? നമ്മൾ ആദ്യം സോൾവ് ചെയ്തപ്പോൾ i1ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണോ എടുത്തത്? അല്ല, i1ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എടുത്തത്. അതായത് ബിയിൽ നിന്ന് സിയിലേക്കാണ് നേരത്തെ i1ന്റെ ഡയറക്ഷൻ എടുത്തത്. എന്നാൽ ഇപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സോൾവ് ചെയ്തപ്പോൾ i1 നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ഡയറക്ഷൻ ആണ് ശരി. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ നെഗറ്റീവായിട്ട് കിട്ടിയത് കൊണ്ട് ഈ ഡയറക്ഷൻ തെറ്റാണ്. അപ്പോൾ ശരിക്കും i1ന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ബിയിൽ നിന്നും സിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് ഒരേ പ്രോബ്ലം തന്നെ രണ്ട് രീതിയിൽ ഡയറക്ഷൻ എടുത്ത് സോൾവ് ചെയ്തു. രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് i1ന്റെയും i2ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം ഡയറക്ഷൻ നെഗറ്റീവായിട്ട് കിട്ടിയെങ്കിൽ ഡയറക്ഷൻ നമ്മൾ തെറ്റായിട്ടാണ് എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊരു പ്രോബ്ലവും ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് ക്രിച്ച്ഓഫ്സ് റൂൾസിനെ കുറിച്ചാണ്. ക്രിച്ച്ഓഫ് റൂൾസ് രണ്ടെണ്ണം ഉണ്ട്. ക്രിച്ച്ഓഫ് കറണ്ട് ലോയും ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോയും. അപ്പോൾ ക്രിച്ച്ഓഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എനി ജംഗ്ഷൻ the sum of currents entering the junction is equal to the sum of currents leaving the junction. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു ജംഗ്ഷനിലേക്കും എൻ്റർ ചെയ്യുന്ന കറണ്ടിൻ്റെ സമ്മും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യുന്ന കറണ്ടിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കുമെന്നുള്ളതാണ് ക്രിച്ച്ഓഫ് കറണ്ട് ലോ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോയാണ്. ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? The algebraic sum of changes in potential around any closed loop involving resistors and cells in the loop is 0 എന്നതാണ് ക്രിച്ച്ഓഫ് സെക്കൻഡ് ലോ പറയുന്നത്. അതായത് algebraic sum of total change in potential in a closed loop എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് ക്രിച്ച്ഓഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ ലൂപ്പ് റൂൾ പറയുന്നത്. ഇനി ക്രിച്ച്ഓഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതുപോലെ ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് നോക്കുക.